Na 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 na. Na 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 do do do. Do 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 do. Ta 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 ra 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 ta 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 ra 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 ta. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി തിരിയല്ലേ. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാൾ ഇനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി പിരിയല്ലേ. പുതുവെണ്ണിൽ പൂത്ത മഴവില്ലേ, ഈ മണ്ണിൽ വന്നു വിരിയില്ലേ. നിന്റെ കണ്ണിൽ കണ്ട നിറമേഴും ഞങ്ങൾക്കുള്ളിൽ കൊണ്ടു തരുകില്ലേ. പകൽ വീട്ടിലും മുകിൽമേട്ടിലും പദയാത്രയിൽ പലരല്ല സ്നേഹങ്ങളിൽ സഹനങ്ങളിൽ ഹൃദയങ്ങളാൽ ഒന്നായിരം. എല്ലാം മറന്നു പാടാം നമുക്കുമൊരു ജീവിതഗാനം. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. വെള്ളിത്തിങ്കൾ നെയ്ത വെണ്ണിലാവേ, നിന്റെ തുവൽ കൊമ്പു കുടയാമോ. ഇന്നു ഞങ്ങൾ പോകും വഴി നീളെ പട്ടുപൂക്കൾ കൊണ്ട് നിറയ്ക്കാമോ. എല്ലാം മറന്നു പാടാം നമുക്കുമൊരു ജീവനഗാനം. ഒരു നാൾ അന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി തിരിയല്ലേ.
തിങ്കപ്പുലരിയിലെ വിണ്ണുണർവിൻ ഗീതമായി ഓഹോ ഓഹോ ഉണരുക ഉണരുക പൂവേ ഉദയവാനം കാണാൻ. ജീവിതത്തിന്റെ പല തട്ടുകളിൽ എത്തിച്ചേർന്ന എല്ലാവരും കൂടി ഇവിടെ ഒത്തുചേരാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എല്ലാവരും എത്തിയിട്ടില്ല എന്ന് തോന്നാല് എല്ലാവരും ഇപ്പൊ എത്തിച്ചേർന്ന എല്ലാവരും എന്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. ടീച്ചേഴ്സ് ഇതിലെ പല ടീച്ചേഴ്സും ഞാനും വിളിച്ചിട്ടുണ്ട്. സർവ ടീച്ചറെ വിളിച്ച സമയത്ത് ടീച്ചറിനോട് ചോദിച്ചു ഏത് ദിവസമാണ്. ഞായറാഴ്ച ഞാൻ എന്തായാലും എത്തുമെന്ന് പറഞ്ഞു. രാജേഷിനെ വിളിച്ചപ്പോൾ രാജേഷിന്റെ ടീച്ചർ ഇന്നലെ തന്നെ എത്തിയെന്നുള്ള തന്നിട്ട് ടീച്ചർ. പിന്നെ വേദിയിലിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളും ടീച്ചേഴ്സിനെയും എല്ലാവരെയും നമ്മുടെ ക്ലാസ് സാറായിരുന്ന സാറിപ്പോ എയ്യോ ആണ്. നിർമ്മല ടീച്ചർ, സരള ടീച്ചർ, ഖദീജ ടീച്ചർ, നിഷ് ടീച്ചർ, ഇപ്പൊ എത്തിച്ചേർന്ന ഹേമ ടീച്ചർ, എല്ലാവരെയും ഞാൻ എന്റെ വാക്കുകളാൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പുതുവർഷത്തിന്റെ ഇങ്ങനെ നമുക്ക് രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചു. എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ ആ സമയത്ത് എല്ലാവരും കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരെയും വീട് വിട്ട് റിപ്പോർട്ടാണ് ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ സെൻട്രൽ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഇവിടെ സ്വാഗതം ചെയ്തു. നമ്മുടെ ഉദ്ഘാടകൻ വണ്ടൂരേക്കോ നമ്മുടെ ക്ലാസ് മാസ്റ്റർ കൂടിയായ ശ്രീ കൃഷ്ണകുട്ടി മാസ്റ്റർക്ക് നൽകുന്നതിന് ദയവായി ക്ഷണിച്ചു. ശശിധരൻ മാസ്റ്റർക്ക് ഉപഹാരത്തിനായി ശിരു ക്ഷണിച്ചു. സരള ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതായി ഹരികൃഷ്ണൻ ക്ഷണിച്ചു. നിർമ്മല ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതായി സൈന്യം ക്ഷണിച്ചു. നിഷ ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതായി ക്ഷണിച്ചു. ഖദീജ ടീച്ചർക്ക് ഉപഹാരങ്ങളുടെ അഭിനയം ക്ഷണിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന് മുമ്പ് നമുക്കൊരു അനുശോചനം അറിയിക്കേണ്ടത്. ആദ്യം അനുശോചനം. GHS വാണിയമ്മൻ സ്കൂളിന്റെ ഓർമ്മകൾ വീണ്ടും മനസ്സിൽ നിലനിന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ വേദനാജനകമായ ഒരു അനുശോചന കർമ്മം അറിയിക്കാൻ ഈ ചടങ്ങ് വേദിയാകേണ്ടി വന്നു. വാണിയമ്മൻ സ്കൂളിന്റെ ചരിത്രത്താളുകൾ എത്ര കാലം കഴിഞ്ഞ് പേർകോട് ചിന്തിച്ചാൽ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന എല്ലാവർക്കും മാതൃകയായിരുന്ന ഒരു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ നിറഞ്ഞു നമ്മുടെ അകപ്പോൾ പ്രിയമിച്ചു. ആ സുഹൃത്തിന്റെ
വേർപാടിന് ഈ ചടങ്ങ് അനുശോചിതമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു മിനിറ്റ് ആ സുഹൃത്തിന്റെ ആത്മാവിന്റെ നിശ്ചയിക്ക് സാധിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട വണ്ടൂർ ഉപജില്ലയിലെയോ അതിലുപരി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ക്ലാസ് മാസ്റ്റർ ശ്രീകൃഷ്ണൻ മാസ്റ്റർ, ഉമ്മർ മാസ്റ്റർ, ഹേമ ടീച്ചർ, ശശിധരപിള്ള മാസ്റ്റർ, സരള ടീച്ചർ, നിർമ്മല ടീച്ചർ, ഖദീജ ടീച്ചർ, നിഷ ടീച്ചർ, സുശീല ടീച്ചർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട ഒരു പുതുവത്സരത്തിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അതിലുപരി വർഷങ്ങൾക്ക് ശേഷം ആ പഴയ കൂട്ടുകാരികളും ഇവിടെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് നമ്മളെല്ലാം. നമുക്ക് പ്രത്യേകിച്ച് പ്രവർത്തന റിപ്പോർട്ട് ഒരു ചടങ്ങിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് വയ്ക്കാറുണ്ടെങ്കിലും ഇങ്ങനൊരു ചടങ്ങിൽ അതിന്റെ ആവശ്യമില്ല. എങ്കിൽ കൂടി നമ്മുടെ പ്രവർത്തനം, ഇതിന്റെ സംഘാടനം, അതിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനൊരു വേദികളെ ഒരുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. 26/11/2011 ആണ് നമ്മുടെ ഈ പരിപാടിയുടെ ആദ്യ പ്ലാനിങ് തുടങ്ങിയത്. 26/11/2011 കുറച്ചുപേരെ ആദ്യം കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഈ പരിപാടി ഇവിടെ നടത്തണം, അത് വിജയിപ്പിക്കണം, അതിനുവേണ്ട ഒരു സംഘാടക സമിതി ഇവിടെ രൂപപ്പെടണം എന്നുള്ള അഭിപ്രായങ്ങൾ പല ആളുകളെയും ബന്ധപ്പെട്ടപ്പോൾ കിട്ടി. അങ്ങനെ 26/11 തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ നമ്മുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. ഊർജ്ജസ്വലമായി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ, മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം വരെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീട് അന്വേഷിച്ചു, അവരെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിലുപരി ചിലർക്കെല്ലാം കാർഡ് കിട്ടിയിട്ടുണ്ടാവും. കാർഡ് അവസാനം നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്കാണ് ഒന്നുകൂടി കാർഡ് അയച്ചത്. അതിന് പുറമെ പത്രങ്ങളിൽ കൊടുത്തു.